ഹായ്, ഇന്ന് ഞങ്ങളുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിലെ ഓണാഘോഷ പരിപാടിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ശബ്ദങ്ങൾ കാണും. എന്നോട് ക്ഷമിക്കുക. പിന്നെ അടുത്തുള്ള പള്ളിയിൽ ഓണാഘോഷ പരിപാടി നടക്കുകയാണ്, അതിൻ്റെ ശബ്ദങ്ങൾ ചിലപ്പോൾ കേട്ടെന്നിരിക്കും, അപ്പോൾ സോറി. അങ്ങനെ ഞാൻ നേരെ വിനീഷയുടെ വീട്ടിലെത്തി അവളെ റെഡിയാക്കി ഞങ്ങൾ നേരെ സെൻറ്ററിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് അത്തപ്പൂക്കളമൊക്കെ റെഡിയാക്കിയത്. ഞാനും കുറച്ച് പൂക്കൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മഞ്ഞപ്പൂ ഞാൻ കൊണ്ടുപോയതായിരുന്നു. ഇവിടെയുള്ള കാട്ടിൽ നിന്ന് എല്ലായിടത്തു നിന്ന് പറിച്ചുകൊണ്ടുപോയി പൂവാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ ഈ സെയിം പൂ അവിടെയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ പറിച്ചു. കിട്ടിയ പൂവൊക്കെ കൊണ്ട് ഞങ്ങളിത് ഈ ഒരു അത്തപ്പൂക്കളാണ് റെഡിയാക്കിയത്. പൂക്കളൊക്കെ നല്ല കുറവായിരുന്നു. പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് കണ്ടപ്പോൾ 3 പേരും 3 വഴിക്ക് ഓടുകയാണ്. അവരോടിപ്പോയതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ മൊത്തം ഞാൻ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരറിയാതെ തന്നെ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്തപ്പൂക്കളിട്ട് ഞങ്ങൾ നേരെ പോയത് മത്സരങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്കായിരുന്നു. തൊട്ടടുത്ത റൂം തന്നെയാണ്. അപ്പോൾ ഇത്രയും പേര് ആദ്യമായിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കാണുന്നത്. കാരണം ഇതിലുള്ള 2-3 പേരെ മാത്രമേ ഞങ്ങൾ കാണാറുള്ളൂ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ. കാരണം ഞങ്ങൾ ശനിയാഴ്ച ദിവസം മാത്രമാണ് പോകുന്നത്. ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് വിനീഷയ്ക്കൊന്നും വരാൻ പറ്റാറില്ല. അതുകൊണ്ട് ശനിയാഴ്ച ദിവസമാണ് ഞങ്ങൾ പോകാറുള്ളത്. അതുകൊണ്ടാണ് ഇവരാരെയും കാണാതിരുന്നത്. പക്ഷെ എല്ലാവരെയും പരിചയപ്പെട്ടു കേട്ടോ ഒരൊറ്റ ദിവസം കൊണ്ട്. അങ്ങനെ ഫസ്റ്റത്തെ റൗണ്ട് കഴിഞ്ഞ് അടുത്ത ബാച്ച് കയറിയ സമയത്ത് ഞാനും ഉണ്ടായിരുന്നു കസേര ചുറ്റലിന്. പക്ഷേ ഞാൻ ഫൈനലിൽ പോയെങ്കിലും ഞാൻ തോറ്റുപോയി. 3ാം സ്ഥാനമാണ് കിട്ടിയത്. പക്ഷേ ഫസ്റ്റിനും സെക്കൻഡിനും മാത്രമേ സമ്മാനമുള്ളൂ. അതുകൊണ്ട് എനിക്കൊന്നും കിട്ടിയില്ല. സുന്ദരിക്ക് പൊട്ടുകടലായിരുന്നു കേട്ടോ അടുത്ത മത്സരം. ഇതായിരുന്നു ഞങ്ങളുടെ സുന്ദരി. ആരെ വരച്ചെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ കയറി ചെന്നപ്പോൾ ഇതായിരുന്നു കണ്ടത്. അതിൽ കുറേ പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കുഞ്ഞു പിള്ളേർ വരെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ അവരെ മത്സരത്തിൽ പങ്കെടുപ്പിച്ചു. കുറേ പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ജയിച്ചു. പക്ഷേ സെക്കൻഡ് റൗണ്ട് ആയപ്പോൾ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ 4 പേർക്കും ഒന്നും കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ അവിടെയും തളർന്നില്ല. അടുത്ത മത്സരത്തിന് ഞങ്ങൾ പങ്കെടുത്തു. പക്ഷേ അതിലൊരാൾക്ക് കിട്ടി. പക്ഷെ അടുത്ത റൗണ്ട് ആയപ്പോൾ അയാൾ ഔട്ടായി. എന്താ പറയുക, ഞങ്ങൾക്ക് ഭാഗ്യമില്ലെന്ന് വേണമെന്ന് പറയാം. പക്ഷേ ഞങ്ങൾ സ്റ്റിച്ചിങ് ക്ലാസ്സിലുള്ളവർക്കൊക്കെ അതിവാശിയേറിയ മത്സരം ഇതായിരുന്നു, സൂചിയിൽ നൂല് കോർക്കുക എന്നുള്ളത്. പക്ഷെ അത് ഞാൻ ആദ്യമേ കോർത്തു കിട്ടും. പക്ഷെ അതെങ്ങനെയൊന്നും എനിക്ക് ഇപ്പോഴും ഐഡിയ ഇല്ല. പക്ഷെ അടുത്ത റൗണ്ട് ആയപ്പോൾ ഞാൻ എപ്പോഴത്തേയും പോലെ പിന്നെയും പൊട്ടി. നടന്നുകൊണ്ട് വേണമായിരുന്നു സൂചിയിൽ നൂല് കോർക്കാനായിട്ട്. പക്ഷെ ആ ഒരു ഇതെത്തിയപ്പോൾ തന്നെ ഫുള്ളും പോയി. പലർക്കും കിട്ടിയില്ല കേട്ടോ. പിന്നെ അവിടെ പോയി നിന്നൊക്കെയാണ് ഇത് കോർത്തുകൊണ്ടിരുന്നത്. പക്ഷേ എങ്കിലും ബാക്കിയുള്ളവർക്ക് കിട്ടി. പക്ഷെ എനിക്ക് കിട്ടിയില്ല. അത് നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയായിരുന്നു. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ ഓരോ കറികളും ഞങ്ങൾ ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. പിന്നെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ചിപ്സും ഉപ്പേരിയും ബൂന്തിയായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ഞങ്ങളിതേ ഒരു ഉപ്പേരി അടിച്ചു മാറ്റി. പക്ഷേ എനിക്ക് തരാതെ ഇവർ 2 പേരും കൂടി അത് ഒറ്റയ്ക്ക് തിന്ന് തീർത്തു കേട്ടോ. അവസാനം എനിക്കൊരു കടി അടിച്ചതിൻ്റെ ബാക്കിയാണ് തന്നത്. ആ ഇരുട്ടത്ത് നിന്നാണ് ഞാൻ ഇത് തപ്പി കണ്ടുപിടിച്ച് തിന്നാന്ന് എഴുതിയത്. കണ്ടില്ലേ എന്ത് ക്രൂരരാണെന്ന് കണ്ടില്ലേ ഇവർ. എന്നിട്ട് ഞാൻ കൈ നീട്ടിയപ്പോൾ ഒരു കടി അടിച്ചിട്ട് ആ പീസ് എനിക്ക് തന്നു. എന്നിട്ട് നിന്ന് ചിരിക്കാം. അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, 2 കൂട്ടം പായസവും വന്നു. വയറ് നിറഞ്ഞു. ഫുഡ് കഴിച്ചിട്ട് നേരെ പ്രോഗ്രാം നടന്ന ഹാളിലേക്കാണ് പോയത്. അവിടെ ഞങ്ങളൊരു സാറ് വന്നിട്ടുണ്ടായിരുന്നു. ആൾ ആരാന്നൊന്നും എനിക്കറിയില്ല. സ്റ്റിച്ചിങ്ങിൻ്റെ എന്തോ വലിയ ഇതിൽ നിൽക്കുന്ന ഒരാളാണെന്നാണ് കേട്ടത്. അതിനെപ്പറ്റി എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഈ ഒരു വ്ലോഗിൽ മിക്ക സ്ഥലത്ത് ഇരുട്ടായിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കറണ്ട് പോവുകയാണ്. ഇടയ്ക്ക് കറണ്ട് പോവും വരും ഇത് തന്നെയായിരുന്നു പരിപാടി. അതുകൊണ്ട് പിന്നീടുള്ള വീഡിയോസൊന്നും നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയില്ല. പിന്നെ സാറ് കുറച്ചിനും പ്രസംഗിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ കുറച്ച് പേരുടെ പ്രോഗ്രാമൊക്കെ ആയിരുന്നു. പ്ലാൻ ചെയ്ത പ്രോഗ്രാമൊന്നും അല്ല കേട്ടോ. പെട്ടെന്ന് അവതരിപ്പിക്കുന്നെങ്കിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരും പോയി ഓരോ കാര്യങ്ങൾ ചെയ്തതാണ്. ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സമയം മഴയും കൂടി ആയതുകൊണ്ട് എൻ്റെ ശബ്ദം കൂടി കേട്ടില്ല. പക്ഷേ കുഴപ്പമില്ലെന്ന് ഫ്രണ്ടിൽ നിന്ന് എല്ലാവരും കേട്ടു കേട്ടോ. അതിനിടയ്ക്ക് ഒരു അമ്മൂമ്മ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേരുടെ കുട്ടികളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റിച്ചിങ്ങുകാർക്ക് അവിടുന്ന് തന്നെ കത്രികയും ടേപ്പും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും വാങ്ങി ഇന്നത്തെ നല്ല അടിപൊളി ഓണാഘോഷ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ.